നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചിങ്ങം രാശിയെക്കുറിച്ചാണ്. അത് വെസ്റ്റേൺ രാശിയോട് ബന്ധമുള്ളത്, സോഡിയാക് സൈനുമായി ബന്ധപ്പെട്ടത് ലിയോ രാശിയാണ്. രണ്ടിനും ചേരുന്ന ഒരു രൂപം രണ്ട് രാശിക്കും, ലിയോ രാശിക്കും ചിങ്ങം രാശിക്കും ഒരേ രൂപമാണ് ഉള്ളത്. അത് സിംഹത്തിൻ്റെ രൂപമാണ്. ഈ വെസ്റ്റേൺ അസ്ട്രോളജി പ്രകാരം അതിനൊരു ഒരു കഥ ഉണ്ട്, ഒരു ഗ്രീക്ക് കഥയുണ്ട്. അത് ഒരു ഹെർക്കുലിസിന്റെ കുറെ ലേബേഴ്സ്, കുറെ 10-12 യുദ്ധങ്ങളാണ് ഈ സോഡിയാക് സൈനിനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നത്. അതിൽ ഒരു സിംഹം, നെമിയൻ ലയൺ എന്ന് പറഞ്ഞ് വളരെ ക്രൂരത കാണിക്കുന്ന ഒരു സിംഹമുണ്ടായിരുന്നു. ആ സിംഹത്തിനെ നശിപ്പിക്കുന്ന ഒരു ജോലി ഹെർക്കുലിസ് ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കുന്നു. അതിശക്തമായ ഒരു യുദ്ധം അവിടെ ഉണ്ടാകേണ്ടി വന്നു. അവസാനം സിംഹത്തിന് ഹെർക്കുലിസ് വധിക്കുന്നു. പിന്നീട് ആ സിംഹത്തിൻ്റെ തുകൽ ഹെർക്കുലിസ് ഉപയോഗിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ചരിത്രത്തിൽ. ഈ തുകൽ വളരെ ശക്തിയേറിയതാണ്. ഒരു ആയുധങ്ങളൊന്നും ഈ തുകലിനെ അതിജീവിക്കാൻ പറ്റില്ല. അത്രയും ശക്തമായ ഒരു തുകലായിരുന്നു. ആ തുകൽ പിന്നീട് ഹെർക്കുലിസ് ഉപയോഗിച്ചു എന്നൊരു കഥയുണ്ട്. ഏതായാലും സിംഹത്തിന് അന്നത്തെ ആ ഗ്രീക്ക് ദേവതകൾ ഒരു താര ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. അങ്ങനെ അത് ഒരു നക്ഷത്രമായിട്ട് ആകാശത്തിൽ കാണുന്നു. അതാണ് സിംഹം, ലിയോ രാശിയുടെ രൂപമായ സിംഹം. ആ രൂപം തന്നെയാണ് നമ്മുടെ ചിങ്ങം രാശിക്കും കൊടുത്തിട്ടുള്ളത്. അത് ഋഷീശ്വരന്മാരുടെ നക്ഷത്രങ്ങളിൽ കൂടി കാണപ്പെടുന്ന ഒരു രൂപമാണ് സിംഹരൂപം. അങ്ങനെയാണ് ചിങ്ങം രാശിക്ക് സിംഹത്തിൻ്റെ രൂപം കിട്ടിയത്. ഏതായാലും ഈ സിംഹത്തിൻ്റെ രൂപവുമായിട്ട് ചിങ്ങം രാശിക്കാർക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. പല സ്വഭാവ സവിശേഷതകളും ഈ രൂപവുമായി ബന്ധപ്പെട്ട് ചിങ്ങം രാശിക്കാർക്കുണ്ട്. ആദ്യമായി തന്നെ പറയാം, ചിങ്ങം രാശി കാലപുരുഷന്റെ 5ാമത്തെ രാശിയാണ്. പ്രധാനപ്പെട്ട ഭാഗം വയറും ആ ഏറിയയാണ് ചിങ്ങം രാശി പറയുന്നത്. ഇതൊരു അഗ്നിരാശിയാണ്. ഇതിൻ്റെ അധിപൻ, ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ്. ത്യാഗത്തിൻ്റെ രാശിയാണിത്. സൂര്യനാണ് നമ്മുടെ ആത്മകാരകത്വം ഉള്ള ഗ്രഹമാണ്. സൗരയൂഥത്തിൻ്റെ ഫണ്ടമെൻ്റൽ ബേസ്, അടിസ്ഥാനം സൂര്യനാണ്. ഈ ലോകത്തിൻ്റെ മുഴുവനും ചരാചരങ്ങളുടെ എല്ലാം അതിനെ നിലനിർത്തുന്നത് ഈ സൂര്യ തേജസ് തന്നെയാണ്. അന്ധകാരത്തെ അകറ്റി നമുക്ക് ഒരു പുതിയ ഉന്മേഷവും പ്രകാശവും തരുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ. അപ്പോൾ ഈ ചിങ്ങരാശിയെപ്പറ്റി പറയുമ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. സൂര്യൻ്റെ ശക്തികളും കഴിവുകളും സൂര്യൻ്റെ ആ ത്യാഗ മനോഭാവവും എല്ലാമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഒപ്പം തന്നെ ചിങ്ങം രാശിയെ പറ്റി പറയുമ്പോൾ
ഈ രാശിയിലെ മറ്റ് നക്ഷത്രങ്ങളെ കുറിച്ച് കൂടെ സ്പർശിക്കണം. എന്നാൽ മാത്രമേ മൊത്തത്തിൽ ഈ രാശിക്കാരുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈ ചിങ്ങം രാശിയിൽ 3 നക്ഷത്രങ്ങളുണ്ട്. ഒന്ന് മകമാണ്, മറ്റൊന്ന് പൂരം, മറ്റൊന്ന് ഉത്രം. വളരെ സവിശേഷതകളുള്ള നക്ഷത്രങ്ങളാണ്. ഈ ചിങ്ങം രാശിയായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് ഈ നക്ഷത്രങ്ങളുടെ നിൽപ്പ്. മകം നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് പിതൃക്കളുടെ നക്ഷത്രമാണ്. നമ്മൾ എപ്പോഴും നമ്മളെ ഒരു ഭാവനയിൽ നമ്മൾ പറയും ഒരു മരണത്തിന്, അപ്പോൾ അല്ലെങ്കിൽ മരണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ആകാശത്തിലൊരു നക്ഷത്രമായി വരട്ടെ, ആ നക്ഷത്രം നമുക്കെന്നും ഒരു നമ്മളെ സഹായിക്കാനും നമ്മളെ ഉപദേശിക്കാനും നമുക്ക് നേർവഴികൾ നേരാനും ഇത് ഉപകരിക്കട്ടെ എന്നൊക്കെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നക്ഷത്ര സമൂഹമാണ് ചിങ്ങം രാശിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിതൃക്കളുമായിട്ട് അത്ര ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മകം നക്ഷത്രം പിതൃക്കളുടേതാണ്. അവിടെ നമുക്ക് കേതു ആണ് ഈ മകം നക്ഷത്രത്തിന് ഡയറ്റി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രാധിപനാണത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൂർവികന്മാരെ നമുക്ക് സ്മരിക്കുവാൻ അല്ലെങ്കിൽ ആ ഒരു സ്മരണ സജീവമാകുന്നത് ചിങ്ങം രാശിയിലാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഓണം സെലിബ്രേഷനൊക്കെ. കാരണം മഹാബലി, നമ്മുടെ പൂർവികനെ നമ്മൾ കൊല്ലം തോറും സ്മരിക്കുന്നു. ഈ രാശിയിൽ ഉള്ള ഡയറ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആര്യമാൻ എന്ന ഒരു ഡയറ്റിയാണ്, ദൈവമാണ്, സൂര്യനാണത്. സൂര്യൻ്റെ 12 സൂര്യന്മാരിൽ ഒന്നാണ്. മറ്റൊന്ന് ഭഗൻ, അതും ഈ രാശിയിൽ തന്നെയാണ്. പൂരം നക്ഷത്രത്തിൻ്റെ ഡയറ്റിയാണത്. അപ്പോൾ ആര്യമാൻ എന്ന് പറയുന്ന ഡയറ്റി പിതൃക്കളുടെ ദൈവമാണത്. പിതൃക്കളെ നമ്മൾ കാണുന്നത് ആര്യമാനിൽ കൂടിയാണ്. അല്ലെങ്കിൽ ഒരു സങ്കല്പമുണ്ട്. ആര്യമാൻ എന്ന് പറയുന്നത് സൂര്യനാണ്, സൂര്യൻ്റെ അവതാരമാണ്. സൂര്യൻ്റെ ഒരു 12 ബ്രദേഴ്സിൽ ഒരാളാണ്. ഈ ആര്യമാനൻ എന്ന സൂര്യൻ്റെ ഈ റേസ്, ആ റേസിൽ കൂടിയാണ് നമ്മുടെ പിതൃക്കൾ ഈ ഭൂമിയിൽ വരുന്നത് എന്നൊരു സങ്കല്പമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു രാശി, ചിങ്ങം രാശിക്ക് പിതൃക്കളുമായി വളരെ ശക്തമായ ബന്ധമുണ്ട്. ആര്യമാൻ പിതൃക്കളുടെ രാജാവാണ്. അപ്പോൾ പിതൃക്കളെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിക്കേണ്ടത് പ്രധാനമായും ഈ ചിങ്ങം രാശിയിലാണ്. ആര്യമാൻ ഇത് മാത്രമല്ല, ജനങ്ങളുമായിട്ട് വളരെയധികം സമ്പർക്കം ഉണ്ടാക്കുന്ന വലിയ നല്ല കോൺട്രാക്റ്റുകളും ജനജീവിതത്തെ വളരെ സുഗമമാക്കുന്നതും ആയ ഒരു ഡയറ്റിയാണ് ആര്യമാൻ. അതുപോലെ തന്നെ ഭഗനും, അത് സൂര്യൻ്റേത് തന്നെയാണ്. സൂര്യൻ്റെ മറ്റൊരു രൂപമാണത്. നമ്മുടെ ഈ സെലിബ്രേഷൻസ്, നമ്മുടെ ഫാമിലി ലൈഫ്, കല്യാണം, അങ്ങനെ തന്നെ കോൺട്രാക്ട്സ്, നമ്മുടെ വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ചിങ്ങം രാശിയിലുള്ള ഈ 2 ഡയറ്റീസാണ്. വളരെ പ്രധാനപ്പെട്ട, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ മകത്തിൻ്റെ പിതൃക്കളുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ ഇതൊക്കെ ഒരു രാശിയിൽ നമ്മൾ കാണുന്നത്, ആ രാശിയാണ് ചിങ്ങം രാശി. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇനി ഈ രാശിക്കാരുടെ സ്വഭാവങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ സൂര്യന്റെ സ്വഭാവം എടുത്ത് പറയണം. സൂര്യൻ ആരാണോ, സൂര്യൻ നമ്മളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു, അതൊക്കെയാണ് ഈ രാശിക്കാരിൽ ഉണ്ടാകുന്നതും. പക്ഷേ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് മറ്റ് ഗ്രഹനിലകൾ കൂടി നമ്മൾ ചേർത്ത് പഠിച്ച് പറയണം. കാരണം ചിങ്ങരാശിക്കാർക്ക് ഈ സൂര്യൻ തന്നെ തുലാം രാശിയിലെത്തുമ്പോൾ നീചമാകുന്നുണ്ട്. അതിന് കാരണം അതൊരു ഒരു ഒരു പബ്ലിക് രാശിയാണ് തുലാം. സൂര്യനാണെങ്കിൽ രാജാവാണ്. രാജാവ് പബ്ലിക് ആയ ഒരു 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 കവല അല്ലെങ്കിൽ ഒരു ഒരു ഏരിയകളിൽ, സാധാരണക്കാരുടെ ഏരിയകളിലൊന്നും പോയി രാജാവ് ഇഷ്ടപ്പെടില്ല അവിടെയൊന്നും നിൽക്കാൻ. സൂര്യൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് സ്വന്തം രാശിയായ അഗ്നിരാശിയായ മേടത്തിലാണ്. അവിടെ ഉച്ചത്തിലാണ് സൂര്യൻ. അതുപോലെ തന്നെ 5-ാം രാശി അത് വ്യാഴത്തിന്റെ രാശിയാണ്. അവിടെയും സൂര്യൻ ബലവാനാണ്. സൂര്യൻ്റെതായ ക്വാളിറ്റി, രാജകീയമായ ക്വാളിറ്റി ഉള്ള ഒരു ഗ്രഹമാണ്, ഒരു നക്ഷത്രമാണത്. വളരെ ഈ രാശിക്കാർക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ രാജകീയ സ്വഭാവങ്ങൾ, അത് നമ്മൾ പണ്ട് പറയുന്ന രാജകീയമല്ല ഇന്നത്തേത്. അവർ വളരെ ആത്മാർത്ഥത കാണിക്കുന്ന ആൾക്കാരായിരിക്കും. ജനസേവനത്തിന് സന്നദ്ധരായിട്ടുള്ളവരായിരിക്കും. സത്യവാന്മാരായിരിക്കും. ഏത് കാര്യത്തിലും ഏറ്റെടുത്താൽ അത് ശക്തമായി അതിനുവേണ്ടി പ്രവർത്തിച്ച് വിജയിപ്പിക്കുവാൻ കഴിവുള്ളവരായിരിക്കും. തികഞ്ഞ ബിസിനസ് ചെയ്യാൻ പറ്റിയവരും അതുപോലെ തന്നെ ഓൺട്രപ്രീനിയേഴ്സ് ആകാൻ പറ്റിയവരും ഒക്കെയാണ് ഈ ചിങ്ങം രാശിക്കാർ. ചിങ്ങം രാശി രാജകീയ രാശിയാണ്. ഇതിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് കൂടുതലായി പോയിട്ട് ഈഗോ, സൂര്യൻ്റെ ഒരു 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 സ്വഭാവ സവിശേഷതയാണ് ഈഗോ. പക്ഷെ അത് കൂടുതലായാൽ നമ്മുടെ സമുദായത്തിൽ സ്വീകരിക്കപ്പെടാത്തവരായി മാറും. ഇത് ചിങ്ങം രാശിക്കാർക്ക് വരുന്ന ചില അപാകതകളിൽ ഒന്നാണ്. കൂടുതലായിട്ടുള്ള സ്നേഹം അത് ഈ രാശിക്കാർക്ക് ദോഷത്തെ കൊണ്ടുവരും. കാരണം ഈ നമ്മുടെ കാലം കൂടി നമ്മൾ പരിഗണിക്കണം. ഇത് നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. ത്രേതായുഗത്തിന്റെ സ്വഭാവങ്ങളൊന്നും കലിയുഗത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുവാൻ ശ്രമിക്കരുത്. കാരണം അത് ഒരിക്കലും വിജയിക്കില്ല. സൂര്യന് ഈ കാലഘട്ടത്തിനനുസരിച്ച സ്വഭാവങ്ങൾ കണ്ടെത്തി നമ്മൾ അതുപോലെ സഹവർത്തിത്വം, സ്നേഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകുക. നല്ല പൊളിറ്റീഷ്യൻസ് ഒക്കെ ആകുന്നത് ഈ നക്ഷത്രക്കാരാണ്. കാരണം ജനങ്ങളെ ലീഡ് ചെയ്യുക, എല്ലാറ്റിനും ഒരു ലീഡിങ് പവർ ഈ രാശിക്കാർക്ക് നിർബന്ധമാണ്. അത് ഈ രാശിയുടെ രൂപമായ സിംഹത്തിന്റെ കുടുംബം നമ്മൾ വീക്ഷിച്ചാൽ മനസ്സിലാകും. അത് വളരെ ഒരു ഡിസിപ്ലിനുള്ള ഒരു കുടുംബമാണ്. മൃഗങ്ങളെ കൂട്ടത്തിൽ സിംഹത്തിന്റെ കുടുംബം വളരെ ഡിസിപ്ലിൻഡ് ആണത്. സ്നേഹസമ്പുഷ്ടമാണ്. കാരണം ഒരു സിംഹം അതിൻ്റെ ലീഡിങ്ങിൽ വരുന്നുണ്ട് രാജാവായിട്ട്. ആ സിംഹത്തിന്റെ രൂപം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം സിംഹത്തിന്റെ രൂപം കൊടുത്തിരിക്കുന്നത് അതിനൊരു രോമങ്ങളില്ലേ കഴുത്ത് നിറയെ, അത് നമ്മൾ ദൂരെ നിന്ന് അത് സൂര്യന്റെ ഒരു ചിത്രമെടുത്താൽ അതുപോലെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ സൂര്യനുമായിട്ട് ചിങ്ങം രാശിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു മൃഗമാണ് സിംഹം. സ്വഭാവവും അതുപോലെ. അനാവശ്യമായ കാര്യങ്ങളിലൊന്നും സിംഹം ഇടപെടുകയില്ല. വെറുതെ ജീവികളെ പോയിട്ട് ആക്രമിക്കില്ല. ആവശ്യത്തിനുള്ള സ്വന്തം ജീവിതം, വിശപ്പ് അടക്കാനുള്ള ആക്രമണം അത് ചെയ്യുന്നു. അതൊരു പ്രകൃതി നിയമമാണ്. അതനുസരിച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വിശ്രമമാണ് സിംഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം. നല്ലൊരു കുടുംബജീവിതമുണ്ട്. പെൺസിംഹമാണ് ഈ കുടുംബം പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക്
ഈ ഒരു രാശിയിലുള്ളവർക്ക് ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ സിംഹത്തിന്റെ സ്വഭാവങ്ങൾ, പെൺസിംഹത്തിന്റെ സ്വഭാവം, സിംഹം എങ്ങനെയാണ് കുടുംബം കൊണ്ടുപോകുന്നത്, അതുപോലെ ചെയ്യുന്ന സ്ത്രീകളായിരിക്കും ഈ ഈ ഈ രാശിക്കാരിൽ അധികവും. കൂടാതെ സിംഹത്തിനൊരു പ്രത്യേകതയുണ്ട്. കുടുംബം മാത്രമല്ല, കുടുംബത്തിനൊരു സാമ്രാജ്യമുണ്ട്. ആ സാമ്രാജ്യം എപ്പോഴും വളരെ പ്രധാനമാണ് സിംഹത്തിന്. അതിനാരും അതിൽ കടന്ന് ഇങ്ങോട്ട് വരാൻ മറ്റൊരു സിംഹത്തെയും അനുവദിക്കുകയില്ല. അങ്ങനെ വന്നാൽ അവിടെ ഒരു വലിയ യുദ്ധം ഉണ്ടാകും. അത് വളരെ നിർബന്ധമാണ് സിംഹങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ രാശിക്കാർക്കും ഒരു ഡിസിപ്ലിൻ, ഒരു ഏറിയ കൺസെപ്റ്റ്, ഒരു രാജകീയ സ്വഭാവങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകും. കാലപുരുഷന്റെ ഈ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏറിയ ആയതുകൊണ്ട് ഈ രാശിക്കാർ എപ്പോഴും സ്റ്റൊമക് പ്രോബ്ലംസ് ഒക്കെ നോക്കണം. ഹൃദയത്തിനുള്ള പ്രശ്നങ്ങൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. ബ്ലഡ് സർക്കുലേഷൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു രാശിയാണ്. പല്ല്, കാരണം ഈ ചിങ്ങം രാശിക്കാർക്ക് പല്ലിനും കണ്ണിനുമൊക്കെ പ്രശ്നമുണ്ടാകും. ബാൽഡി, ഈ കഷണ്ടി വരുന്ന സ്വഭാവം പുരുഷന്മാർക്ക്. ഇങ്ങനെയുള്ള ചെറിയ അസുഖ സൈഡുകളൊക്കെ ഉണ്ട്. കല്യാണത്തിന്റെ ചിന്തിച്ചാൽ, കാരണം ഇവർ ഒരു പ്രത്യേക സ്വഭാവക്കാരാണ്. കല്യാണം എന്ന് വെച്ചിട്ട് അതിന്റെ പിന്നാലെ ഓടുന്ന ഒരു സ്വഭാവമൊന്നും ചിങ്ങം രാശിക്കാർ കാണിക്കുകയില്ല. രാജകീയത, ഒരു കാരിസ്മ ഈ നക്ഷത്രക്കാർക്കുണ്ട്. ആ കാരിസ്മ അവർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ കല്യാണത്തിന് വേണ്ടി കല്യാണം നടത്തണം എന്നുള്ളൊരാഗ്രഹമൊന്നും ഈ രാശിക്കാർ കാണിക്കുകയില്ല. അതുപോലെ തന്നെ ഈ ചിങ്ങം രാശിക്ക് കല്യാണത്തിന് രാശിയായി വരുന്നത് ശനി ക്ഷേത്രമാണ്. അവിടെ എന്തായാലും ഒരു ഡിലേ, കാരണം ശനി ആ ഒരു കല്യാണത്തിന്റെ കാര്യത്തിൽ ഡിലേ ഉണ്ടാക്കുന്ന ഒരു പ്ലാനറ്റാണ്. ഈ രാശിക്കാർക്ക് മൊത്തത്തിൽ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു ഡിലേ ഉണ്ടാവും. കല്യാണം കഴിച്ചാൽ അവർക്ക് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഭാര്യമാരെയൊക്കെ കിട്ടും. കാരണം ശനി അതൊരു സ്ട്രക്ചർ, ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു പ്ലാനറ്റാണ്. കല്യാണ ജീവിതം, കാരണം ഈ കുടുംബ ജീവിതം നമുക്ക് സിംഹത്തിൻ്റെ തന്നെ എടുത്താൽ മതി, പ്രറ്റി ഗുഡ്. അവർക്ക് നല്ല ഒരു കുടുംബ ജീവിതം ഉണ്ടാകും. കല്യാണ കാര്യത്തിൽ ഡിലേ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ മൊത്തത്തിൽ കല്യാണത്തിൻ്റെ കാര്യത്തിലും ഇവർ അനുഗ്രഹീതന്മാരാണ്. കോഓപ്പറേറ്റ് ചെയ്യുന്ന ഭാര്യമാരെ കിട്ടും. അസുഖത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ നക്ഷത്രത്തിൽ വരുന്ന ഞാറ്റുവേലകളുണ്ട്. ഈ രാശിയിൽ വരുന്ന ഞാറ്റുവേലകൾ, അത് ഒന്ന് മകം ഞാറ്റുവേലയാണ്. പിന്നെ പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം, ഈ ഞാറ്റുവേലകൾ, അത് കൃഷി, ഈ സമയത്ത് നമുക്ക് കൃഷി വിളവെടുപ്പിൻ്റെ ഒരു കാലഘട്ടമായിട്ടാണ് വരുന്നത്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ, അതാണ് ചിങ്ങം രാശി, ഒരു ആഹ്ലാദത്തിൻ്റെ രാശിയാണ്. എല്ലാ ആൾക്കാർക്കും ഒരു പുതിയ ഉന്മേഷം, കാരണം മഴയുടെ ശക്തി പോയിട്ട് നമുക്ക് വിളവെടുപ്പ്, ചിങ്ങം വരുമ്പോൾ വിളവെടുപ്പിൻ്റെയും ഈ പ്രകൃതി സുന്ദരിയാകുന്ന ഒരു കാലഘട്ടമാണത്. അതിനനുസരിച്ച് തന്നെയാണ് ഈ ചിങ്ങം രാശിയിൽ മറ്റുള്ള ഡയറ്റുകളും അതൊക്കെ വരുന്നത്. ഒരു ആർഭാടത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ആഘോഷത്തിൻ്റെ രാശിയാണ്. ഈ രാശിയിൽ ജനിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ നല്ല കഴിവുള്ളവരും ഒരുപാട് ഉയർന്നു പോകാൻ ശേഷിയുള്ളവരും വലിയ വലിയ സ്ഥാപനങ്ങൾ ഉടമയും സ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനത്തും എത്താൻ കഴിവുള്ള ആൾക്കാരുമായിരിക്കും. ഈ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രോഗ്രാം നിർത്തുന്നു. ബൈ.